ഗസ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതോടെ ജനുവരി 19 മുതൽ കരാർ പ്രകാരമുള്ള നിബന്ധനകൾ പ്രാബല്യത്തിൽ വരും. 3 ഘട്ടങ്ങളിലായാണ് കരാർ പ്രാവർത്തികമാക്കുക. ആദ്യഘട്ടം ഇങ്ങനെ: ഇസ്രായേൽ സൈന്യം ഗസയ്ക്കുള്ളിൽ നിന്ന് 700 മീറ്ററോളം പിൻവാങ്ങും. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന 250 പേർ ഉൾപ്പെടെ 2000 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. 33 ഇസ്രായേലി തടവുകാരെയാണ് ഹമാസ് മോചിപ്പിക്കുക. ഗസയിൽ പരിക്കേറ്റവരെ വൈദ്യചികിത്സയ്ക്കായി യാത്ര ചെയ്യാൻ ഇസ്രായേൽ അനുവദിക്കും. ആദ്യഘട്ടം ആരംഭിച്ച് 7 ദിവസത്തിനു ശേഷം ഈജിപ്തുമായുള്ള റഫ ക്രോസിംഗ് ഇസ്രായേൽ തുറക്കും. ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഈജിപ്തുമായുള്ള ഗസയുടെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങൽ തുടങ്ങും. കരാറിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ പൂർണ്ണമായും പിന്മാറും. രണ്ടാം ഘട്ടം: ഒന്നാം ഘട്ടത്തിലെ വ്യവസ്ഥകൾ പാലിച്ചതായി ഇരു കൂട്ടരും തീരുമാനിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന കൂടുതൽ ഫലസ്തീനികളെ മോചിപ്പിക്കും. ഇതിന് പകരമായി അവശേഷിക്കുന്ന എല്ലാ തടവുകാരെയും ഹമാസ് മോചിപ്പിക്കും. കൂടാതെ നിലവിലെ കരാർ അനുസരിച്ച് ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായ പിൻവാങ്ങൽ ആരംഭിക്കും. മൂന്നാം ഘട്ടം: കരാർ അനുസരിച്ച് രണ്ടാം ഘട്ടത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള തടവുകാരുടെ മൃതദേഹം കൈമാറും. പകരമായി അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ 3-5 വർഷത്തെ പുനർനിർമ്മാണ പദ്ധതി നടപ്പാക്കും. ഏറെ സങ്കീർണമായ കരാർ ചട്ടങ്ങൾ ഇരു കൂട്ടരും നല്ലവണ്ണം പാലിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ വെടിനിർത്തലും സമാധാനം വീണ്ടെടുക്കലും സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.